ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നാട്ടിലൊക്കെ നല്ല ചൂടാണല്ലേ, അപ്പോൾ ഈ ഒരു ചൂടിനും നോമ്പിനും അതിൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ പമ്പ കിടക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് കസ്കസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് 2 ടീസ്പൂൺ കസ്കസ് ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അരക്കപ്പ് അളവിൽ പച്ചവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ 4-5 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഞാനൊരു 1/4 കപ്പ് അളവിൽ ബദാമും 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ഒരു 1/4 മണിക്കൂർ മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇല്ലാന്ന് വെച്ച് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല. അങ്ങനെ തന്നെ നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ ഡ്രിങ്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഡ്രിങ്കിൽ മെയിനായിട്ട് വേണ്ടത് പഴമാണ് കേട്ടോ. പഴം ഏത് ടൈപ്പ് എടുക്കുക, റോബസ്റ്റ പഴം, നേന്ത്രപ്പഴം, പൂവൻ പഴം ഏതും എടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫിലിപ്പിൻ ബനാനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുത്തോളൂ കേട്ടോ. നമുക്കിനി പെട്ടെന്ന് തന്നെ ഡ്രിങ്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കട്ടാക്കി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും മൊത്തത്തിൽ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒട്ടും തന്നെ വേസ്റ്റ് ആക്കേണ്ട. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ 1/3 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം മാറ്റം വരുത്തട്ടെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചതാണ് ഞാൻ ഈ ഒരു പാല്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് 1/2 ലിറ്റർ പാൽ കൊണ്ടാണ് റെഡിയാക്കുന്നത്. അതായത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ പാല്. അപ്പോൾ ആദ്യം തന്നെ അരയാൻ പാകത്തിന് മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ബാക്കി നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. വാനില എസൻസിന് പകരം 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയായാലും മതിയിട്ട്, ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കുക. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പാലില്ല, അത് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ടത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, നമുക്ക് കുടിക്കാൻ പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇത് നന്നായിട്ട് വീർത്ത് സെറ്റായിട്ടുണ്ട്, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ആപ്പിൾ ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇതിൽ ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കുക, ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറുപ്പ് കുരുവില്ലാതെ നല്ല മുന്തിരിയില്ലേ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കും. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. ഒന്നും ഇല്ലെങ്കിൽ വെറും പഴം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രിങ്ക് അല്ലേ, സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുന്നേ നമ്മളിത് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഞാനിത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. ഇപ്പം നല്ല ചൂടുമാണ്, നോമ്പിൻ്റെയും ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറി കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്